എന്തായാലും എന്തിനാ എന്നെ വിളിച്ചേ? എടാ നീ എവിടെയാ? കാര്യം കുറച്ച് സീരിയസാ. നീ ടെൻഷൻ ആക്കാതെ കാര്യം പറ. എടാ ഒരു പെങ്കൊച്ചിന്റെ കാര്യമാ. നീ അപ്പൊ ഇത് അങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ. എടി കാര്യം എന്താന്ന് പറ. എന്റെ അനിയത്തി ആകെ കരച്ചിലും ബഹളോ. അവൾ ഒരുത്തനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ അവൻ ചെയ്യാൻ പാടില്ലാത്ത എന്തോ അവളെ. നീ എന്റെ ബി പി കൂട്ടോ? എടി കാര്യം എന്തുവാ? എടാ അവൾ ഓക്കെയാണ്, പക്ഷെ കരഞ്ഞോണ്ട് എന്തൊക്കെയോ പറയുന്നു. ആ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല. നീയാണല്ലോ ഞങ്ങളുടെ കൂട്ടത്തിലെ കോളേജിലെ മാഷ്. നിനക്കാവുമ്പോ ഈ കുട്ടികളുടെ പൾസ് അറിയാലോ. നീ ഒന്ന് ഇങ്ങോട്ട് വരുവോടാ? എനിക്ക് അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എടി അത് ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിലെ സ്നേഹത്തിന് ഒരു വിലയുമില്ല. ശിവന്മാർക്കൊക്കെ പെൺപിള്ളേരുടെ അടുത്ത് നിന്ന് വേണ്ടത് വേറെ പലതുമാണ്. അവൾ ഓക്കെ അല്ലേ? എടാ അവള് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും പോലെയാ അവള് സംസാരിക്കുന്നേ. നീ ടെൻഷൻ അടിക്കാതെ, ഇതൊക്കെ ചീള് കേസ്. ഞാനൊരു ആവശ്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് വരാം. മോളെ നീ കരയാതെ. മോളെ നീ പേടിക്കണ്ട. നീ പറയാൻ പോകുന്ന കാര്യം ഈ ഭൂമിയിൽ 1 ഞാൻ, 2 നിന്റെ ചേച്ചി, 3 നീ, 4 അവൻ, അല്ലാതെ 5ാമതൊരാൾ അറിയില്ല. മണ്ണിൽ എന്റെ കൂടെ അലിഞ്ഞു ചേരും. എടാ നീ ഇരുന്ന് സിനിമ ഡയലോഗ് അടിക്കാതെ അവളുടെ പ്രശ്നം എന്താന്ന് കേക്ക്. അതെ, പ്രശ്നം എന്താന്ന് പറയൂ. ചേട്ടാ, ഒരു ഓൺലൈൻ ആപ്പ് വഴി വന്ന് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് വിഷ്ണു. പക്ഷെ കല്യാണ കാര്യം പറഞ്ഞു വന്നപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൻ ചെയ്തു. അവൻ ഫോട്ടോ ഒക്കെ വെച്ച് നിന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയില്ലേ? അതൊക്കെ മേലെയാണ്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. എൻ്റെ കൂട്ടുകാരിയുടെ അനിയത്തിയാ അവൻ തൊട്ട് കളിച്ചത്. പക്ഷെ ചേട്ടാ, അവന്റെ ഭാഷ. ഭാഷയോ? അവനെന്താ ഹിന്ദിക്കാരനാണ്? അല്ല, അല്ലെന്ന് തോന്നുന്നു. ഇതുപോലെ അറിയാതെയാണോ നീ ഇത് കല്യാണം വരെ എത്തിച്ചത്? ചേട്ടാ, അവന് ജോലി ഇല്ലെങ്കിലും അവൻ എപ്പോഴും എന്നെ അഫോർഡ് ഡേറ്റിങ്ങിൽ കൊണ്ടുപോകായിരുന്നു. അത് അവൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അവൻ എന്ത് സാധനത്തിന് നിന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു? ചേട്ടാ, അതായത് നമ്മളെ പാർട്ട്ണറിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരിക്കും. അപ്പൊ അത് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ വന്ന് നിന്നിട്ട് കറങ്ങാൻ കൊണ്ടുപോകുന്നതിനാണ് അഫോർഡ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ എന്നെ കറങ്ങാൻ കൊണ്ടുപോകുമായിരുന്നു. അത്രയ്ക്ക് നല്ലവനാ എന്റെ ബേ. ആടിന്റെ ശബ്ദം പോലെ ഉണ്ട്. ബേ ബേ അല്ല, ബേ, BAE, ബിഫോർ എനിവൺ എൽസ്. താങ്ക്സ് ഫോർ എ ഷോർട്ട് ഫോം. ഞാൻ ഇനി എന്ത് ചെയ്യും ചേട്ടാ? അവന്റെ മൈക്രോമാൻസ് കണ്ട ഞാൻ വീണത്. നിങ്ങളിത് ഏത് ഭാഷ പറയുന്നത്? അല്ല, ഈ പറഞ്ഞ സാധനം അവന്റെ അവയവമൊന്നും. അപ്പൊ പിന്നെ വണ്ടിയായിരിക്കും. ചേച്ചി, ചേട്ടാ, നിങ്ങൾ ഇതൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത്? ഈ മൈക്രോമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് കാണിക്കുന്ന റൊമാൻറ്റിക് സിഗ്നലിനെയാണ് പറയുന്നത്. അതായത് ഒരു തരം കെയറിങ്. അതായിരുന്ന. അല്ലെങ്കിൽ ഈ ഓൺലൈൻ കാണുന്നവന്മാരൊക്കെ ഇങ്ങനെയാ. ഞാൻ എത്ര കേസുകൾ കണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ പാവം പിള്ളേരെ പറ്റിക്കും. ഓ, അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഞാൻ ഡെലൂഷൻഷിപ്പിലായിരുന്നെന്നാണല്ലേ? കേട്ടാ മനസ്സിലാവുന്ന ഒരു വാക്ക് കിട്ടി. അതേ മോളെ, ഇത് ടൈപ്പ് ഡെലൂഷൻ ആണ്. അവൻ എന്തോ സംഭവമാണെന്നുള്ള നിന്റെ ഡെലൂഷൻ. എടി ഈ വായിക്കൊള്ളാത്ത വാക്കൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അവൻ വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. അവനെ കൊണ്ടൊന്നും നിന്നെ നോക്കാൻ പറ്റൂല. എന്തായാലും നീ അവനെ ഇങ്ങോട്ടൊന്ന് വിളിക്കുക. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ചേട്ടാ, ചേച്ചി, എങ്ങോട്ട്? ഇത് ചേട്ടാ, ഇതാണ് എന്റെ ബേ. ഇത് ബേ അല്ല. എന്താ മോളെ? ബ്രോ, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബേ അല്ല, ബെസ്റ്റി. പോടാ, ബെസ്റ്റ് ലെവലൊക്കെ നമ്മൾ എപ്പോഴേ കഴിഞ്ഞു. നമ്മൾ അത് കഴിഞ്ഞിട്ട് എത്ര ലെവൽ അൺലോക്ക് ചെയ്തു. നിങ്ങൾ കളിക്കുന്ന ഗെയിമിന്റെ ലെവലാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? ചേട്ടാ, ഇത് ഗെയിം അല്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പിന്റെ ലെവലിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ബെസ്റ്റിക്ക് മേലെ, ലവർക്ക് കീഴെ. ശരീരം കൊണ്ടല്ലെങ്കിലും നമുക്കിടയിൽ ആ ട്വിൻ ഫ്ലെയിം സംഭവിച്ചു കഴിഞ്ഞു. അയ്യോ, അതല്ല, ഞങ്ങൾ തമ്മിലുള്ള സോൾ ഇങ്ങനെ വൈബ് പോലെ പോയിന്നാ ഞാൻ പറഞ്ഞേ. വൈബ് പോലെ പോകാൻ പറ്റിയ ബോഡി. He has wrist, ചേട്ടാ. മൂക്ക് has charisma. ഞാൻ കണ്ടോണ്ടിരിക്കുക. നന്നായിട്ടുണ്ട്. ഒരു ലൂപ്പ് ഹോൾ പോലും ഇല്ല. അല്ല, എനിക്ക് ഇവക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമാണെന്ന്. പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നമൊക്കെ സ്വാഭാവിക. ഇവള് പറയുന്നത് നീ ഭയങ്കര കെയറിങ്ങാന്നൊക്കെ. അല്ല, ശരിക്കും എന്താ പ്രശ്നം ഒന്ന് പറഞ്ഞു തരൂ. ചേട്ടൻ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? വെയിറ്റ് ബ്രോ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിന്റെ സിമ്പിൾ അല്ലേ? കുറെ മനസ്സിലായി എന്ന്. ബ്രോ, ഒരു ഐഡിയ ഉണ്ട്.
സപ്പോസ് ബ്രോയും ശ്രുതിയാണ് ബെസ്റ്റീസ് എന്ന് വിചാരിക്കും. എവിടെ പറഞ്ഞു കയറി പോണേ? ഇതെന്റെ അനിയത്തിയെ പോലെയാണ്. വാട്ട് ബ്രോ, ജസ്റ്റ് ഇമാജിനേഷൻ. DTIS. എന്തോന്ന്? Don't take it serious. ലോ ലോ ലോ. ഓ, ഇനി അതിന്റെ അർത്ഥം ചോദിച്ചു ബുദ്ധിമുട്ടുണ്ട. ലാഫിംഗ് ഔട്ട് ലൗഡ്. ചേട്ടാ, ഈ ഇൻസെസ്റ്റ് ഒക്കെ നടക്കുന്ന കാലമാണ്. ഛേ, വൃത്തികെട്ടവൻ. ഇവിടെ നിനക്ക് എവിടെ നടി കിട്ടിയത്? എന്നാ വേണ്ട, ശ്രുതിയുടെ ഷുഗർ ബ്രദർ നിങ്ങൾ ഓൺലൈനിൽ കണ്ടുമുട്ടി. ഷുഗർ, ഇൻസെക്ട്, ഇവൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ബെസ്റ്റ്, നല്ല ആളെയാ ഞാൻ കാര്യം കേൾക്കാൻ വിളിച്ചു വരുത്തിയത്. എടാ, ഇൻസെക്ട് അല്ല, ഇൻസെസ്റ്റ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ബ്രദർ ആൻഡ് സിസ്റ്റർ. അതാ ആ പൊട്ടൻ പറഞ്ഞത്. അയ്യേ, ഇവനെ ഉണ്ടല്ലോ ഞാൻ. വാട്ട് മാൻ. ചേട്ടാ ചേച്ചി കൂൾ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറിയിലൊക്കെ പോകുന്ന കൊള്ളാം. നിന്റെ ഈ ടേംസ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോണം, അല്ലെങ്കിൽ ഇവൻ പറയുന്ന ഒരു പുല്ലും എനിക്ക് മനസ്സിലാവത്തില്ല. True. ചേട്ടൻ ആസ്കിംഗ് ഫോർ DTR. ഞാൻ എന്തോന്ന് വെച്ചു? DTR, define the relationship. ബ്രോ, നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ബ്രോയ്ക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ കഥയിൽ ബ്രോയും ശ്രുവുമാണ് നായികന്മാർ. Hello BPT, please find a partner for me. Please share the qualities. Caring, adjustable according to the situations, loving, rich guy, Gen Z. How? അവസാനം BPT എൻ്റെ ഇഷ്ടത്തിന് പറ്റിയ ഒരു പയ്യനെ തന്നെ കണ്ടുപിടിച്ചു തന്നു. We are going to rock. ഞാൻ ആക്ച്വലി ഒരു ബെഞ്ചിങ് ആണ് നോക്കുന്നത്, ഒരു ഓപ്ഷൻ പോലെ. ബെഞ്ചിങ്, കമ്മിറ്റ് ചെയ്യാതെ പാർട്ട്ണർക്ക് ശ്രദ്ധ മാത്രം നൽകി സൈഡാക്കുന്ന പരിപാടി. ഞാനിപ്പോ ഒരു അൺഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻഷിപ്പാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ടിന്റെ മുകളിൽ ക്ലാരിറ്റി ഒന്നും കാണൂല, എന്തും നടക്കും. ഓ ഐ സി. അപ്പൊ എനിക്ക് ക്വസ്റ്റനിങ് ചെയ്യാലോ അല്ലേ? Sure, it's up to you. നമ്മൾ ഈ ബാക്കപ്പ് ആയിട്ട് വെക്കുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ, ആ പ്രണയത്തിനെയാണ് കുഷനിങ് എന്ന് പറയുന്നത്. റാമന്റെ ഡേറ്റിംഗ് സങ്കല്പത്തൊക്കെ വല്ലാണ്ട് മാറ്റിമറിച്ചു. എനിക്കിഷ്ടായി ഈ അഫോർഡ് ഡേറ്റിംഗ്. ഒരുപാടങ്ങ് ഇഷ്ടപ്പെടണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ബ്രെഡ് ക്രംബിങ് ചെയ്യാം. ബ്രെഡ് ക്രംബിംഗ് എന്ന് വെച്ചാ ഒരു സീരിയസ്നെസ് ഇല്ലാത്തൊരു പ്രണയം. ബട്ട് റാം, എനിക്കെന്തോ ക്യാഷ് ഫീലിങ്സ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഇമോഷണൽ അട്രാക്ഷനെയാണ് ക്യാച്ച് ഫീലിങ്സ് എന്ന് പറയുന്നത്. അത് ചിലപ്പം കഫിംഗ് സീസൺ ആയതുകൊണ്ടായിരിക്കും. കപ്പിംഗ് സീസൺ എന്ന് വെച്ചാൽ ഈ തുടക്കകാലത്ത് അട്രാക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്നത്. നോ റാം, നോ. ഞാനിപ്പം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ ബന്ധത്തിന് നടുവിൽ അതിരുകൾ മങ്ങിപ്പോകുന്ന സ്റ്റേജില്ലേ, അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആണോ? ഇത് സീസണലാണ്. മേ ബി ആയിരിക്കാം, ബട്ട് കഫിംഗ് സീസൺ കഴിഞ്ഞു എന്തായാലും. ഓ, അപ്പോ ഫ്രക്ലിംഗ് സ്റ്റേജ് ആയി. ഫ്രക്ലിംഗ് സ്റ്റേജ് എന്ന് വെച്ചാൽ കാഷ്വൽ ആയിട്ട് ഷോർട്ട് ടൈം റൊമാൻസ് നടക്കുന്ന ഒരു സമയം. നമുക്ക് ഫ്യൂച്ചർ പ്രൂഫിംഗ് ചെയ്താലോ? ഫ്യൂച്ചർ പ്രൂഫിംഗ് എന്ന് വെച്ചാൽ ഭാവിക്ക് വേണ്ടി ബന്ധം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണോന്ന്. ഓ കമോൺ ശ്രൂ, ഞാൻ തന്നോട് പറഞ്ഞതല്ലേ ഞാൻ താനുമായിട്ട് ബെഞ്ചിങ് മാത്രമേ ചെയ്യത്തുള്ളൂ. റാം പ്ലീസ്, ILY yes. നോ ശ്രുതി, എനിക്ക് നിന്നോട് ILY തിരിച്ചു പറയാൻ പറ്റില്ല. ഓ, അപ്പൊ ഡേറ്റിംഗ് ആപ്പിൽ നീ കിച്ചൺ ഫിഷിംഗ് ചെയ്യുമായിരുന്നല്ലേ ഇത്രയും കാലം? സോഷ്യൽ മീഡിയയിൽ കള്ളത്തരം പറഞ്ഞ് വേറൊരാളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നതിനാണ് കിറ്റം ഫിഷിംഗ് എന്ന് പറയുന്നത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്ന് 10 മണിക്കുള്ളിൽ ഞാൻ ആരാണെന്ന് നീ അറിയും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കും. 10 മണിക്ക് നീ എന്താടി ചെയ്തേ? അത് ഞാൻ ചേച്ചി, ഇവിടെ ബോംബിട്ടു. ബോംബാ? എവിടെ? സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയ ബോംബിംഗ് എന്ന് വെച്ചാൽ പോസ്റ്റ് ഇട്ട് അങ്ങോട്ട് വെറുപ്പിക്കുക. കൂടാതെ സാഡ് ഫിഷിംഗ്. സാഡ് ഫിഷിംഗ് എന്ന് വെച്ചാൽ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി സങ്കടപ്പെടുന്ന പോസ്റ്റ് ഇടൂലേ, അത്. അവനെന്നെ വേണ്ടല്ലേ? ഞാൻ ആരാണെന്ന് അവൻ അറിയില്ല. അവൻ്റെ ഒരു വെക്കമ്പി. ഞാനെ കമ്പി ചെയ്യാൻ പോണം. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. ബ്രോ, നിങ്ങളിത് കേൾക്കണം. ഇവളുടെ ബോംബ് എന്താണ് നിങ്ങൾക്കറിയോ? ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും എൻ്റെ പേര് വെച്ചിട്ട് സാഡ് സ്റ്റോറിയും. ഇവളുടെ സ്റ്റോറി എൻ്റെ ബൂ കണ്ടു. ഹോസ്റ്റലിലെ ആൾക്കാർ ഷെയർ ചെയ്ത് എൻ്റെ ബൂവിൻ്റെ അടുത്ത് വരെ എത്തി. ബൂ എന്ന് വെച്ചാൽ സ്വീറ്റ് ഹാർട്ട്. പിന്നെ എനിക്ക് എല്ലാം മനസ്സിലായത്. ഇവളെല്ലാം അയച്ചു കൊടുത്ത് അവളുടെ ഫിൻസ്റ്റ വഴിയായിരുന്നു. ഫിൻസ്റ്റ, ഈ ഫേക്ക് ഇൻസ്റ്റാഗ്രാം ID. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ട പാട് എനിക്കേ അറിയൂ. എന്നിട്ടൊരു ചോദ്യവും, അവളുള്ളപ്പോ എന്തിനാ ഈ സ്നീക്കി ലിങ്ക് എന്ന്? സ്നീക്കി ലിങ്ക് എന്ന് വെച്ചാൽ സൈഡിൽ കൂടെ ഉള്ള ഒരു സെറ്റപ്പ്. ഓ സ്കിമിടി മതി, നിർത്ത്. ഓക്കെ, നമുക്ക് സിറ്റുവേഷൻഷിപ്പ് ആവാം, പക്ഷെ എന്റെ ബൂവിനെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ ബൂവാകും, നീ അവളെ ബെഞ്ചിങ്ങിന് വെച്ചോ. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ ബേ, അവൾ ബൂ, അത്രേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്യ്, നിന്റെ കോണ്ടാക്റ്റിൽ എന്നെ ബേന്നാക്ക്. ഒരു റെഡ് ഹാർട്ട്, ഒരു വൈറ്റ് ഹാർട്ട്, ഒരു ബ്ലാക്ക് ഹാർട്ട്. ഓക്കെ, എഗ്രീഡ്.
എന്നാ ഞാൻ സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്യാം. അയ്യോ ഇപ്പൊ ചെയ്യല്ലേ, ഞാൻ ഭൂവിനോടൊന്ന് സംസാരിക്കട്ടെ പ്ലീസ്. സോഫ്റ്റ് ലോഞ്ചിങ് താനൊരു റിലേഷൻഷിപ്പിലാണെന്ന് പറയാതെ ആൾക്കാരുടെ അടുത്ത് സോഷ്യൽ മീഡിയ വഴി അറിയിക്കുക. ആസ് പെർ ILYS ഞാൻ സോഫ്റ്റ് ലോഞ്ചിങ് ചെയ്യും. എന്താ പിന്നെ നീ എന്തെങ്കിലും ചെയ്തു തൊലയ്ക്ക്. അവളോട് എല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. എന്നിട്ടും ഇവളോട് ഞാൻ പറഞ്ഞതാണ് ബെഞ്ചിങ് മതി, കമ്മിറ്റ്മെന്റ് വേണ്ടാന്ന്. എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ ബൂ. അവളിനി എന്നെ വിട്ടിട്ട് പോയല്ല, ഞാൻ എന്ത് ചെയ്യും? എടാ നിന്റെ സ്വഭാവത്തിനെ ഇതൊക്കെ സ്വാഭാവികമാവും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ബെഞ്ചിൽ നോക്കിയത്. സോ ശ്രുതി ഒരു ഓപ്ഷൻ മാത്രം. ഇവൾ അറിഞ്ഞുകൊണ്ടല്ലേ എടുത്ത് ചാടിയത്. കൂടാതെ എനിക്ക് മറ്റു കുട്ടികളായി ഇടപഴകി സ്നേഹിച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പാരലൽ കുഷനി. ഇതെല്ലാം അറിഞ്ഞിട്ട് അവള് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ പൊന്നനു, നമ്മളിത് ഏത് യൂണിവേഴ്സിലാണ്? നിന്റെ അനിയത്തിക്കും പട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്താ പിന്നെ എന്നോട് ചെയ്തേ? നീ എന്നെ പോക്കറ്റിങ്ങാ ചെയ്തോണ്ടിരുന്നത്. പാർട്ട്ണറെ കൂട്ടുകാരിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരും കാണാതെ ഒളിപ്പിച്ച് നിർത്തൂലേ അത്. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് ഞാൻ അവനോട് ഡിങ്ക് മതി എന്ന് പറഞ്ഞതാ. ഡിങ്ക? അവള് ഡിങ്ക് ചോദിച്ചെന്ന്? നീ എന്താണ് ഈ പറയുന്നേ? ഡ്യുവൽ ഇൻകം, നോ കിഡ്സ്. 2 പേർക്ക് ജോലി കാണും, വിവാഹിതരും ആയിരിക്കും, പക്ഷെ കുട്ടികൾ വേണ്ട. വെറുത്തിട്ട് വെറുപ്പിന്റെ അവസാനം കുട്ടിക്കൃഷ്ണനോട് ഇഷ്ടം തോന്നി തുടങ്ങി. കുട്ടികൃഷ്ണനോ? അവരേതാ? പ്രൊഫൈലിൽ വന്ന് നിന്നിട്ട് ഹെറ്ററോ ആണെന്ന് പറഞ്ഞിട്ട് നീ ഗേ ആണല്ലേ? ബേ, എനിക്ക് നിന്നോട് പ്രേമം തോന്നി തുടങ്ങി. അതായത് ഞാൻ ഷിപ്പിലായെന്ന് ഒരു സിനിമ ഡയലോഗിലൂടെ പറഞ്ഞതാ. പക്ഷെ നീ ഒരു യാത്രാപ്രായിരുന്നു എന്ന് വെച്ചാ പാർട്ട്ണറിനെ ഒന്നും പറയാൻ സമ്മതിക്കാത്ത ഒരുത്തൻ. നീ എപ്പോഴെങ്കിലും എന്നെ പറ്റി നീ ചോദിച്ചിട്ടുണ്ടോ? അത് നിന്റെ ബോംബിങ് കാരണം ഞാൻ മടുത്തിട്ടാണ്. ഭൂ വേണ്ട, ബേ ആയിട്ട് നീ മാത്രം മതി എന്ന് നീ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നീ ഇപ്പൊ ഫുൾ ടൈം സ്റ്റോം വാളിങ്. എന്ന് വെച്ചാ ഇമോഷണൽ ആയിട്ട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരുത്തൻ. ഇമോഷണലി അവൈലബിൾ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. എനിക്കൊരു സ്നീക്കി ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ ഭൂ അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പൊ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ, നമുക്ക് കല്യാണം കഴിക്കാൻ. ബേ, നീ എന്തോ ഈ പറയുന്നത്? ബെസ്റ്റീസ് തമ്മിൽ കല്യാണം കഴിച്ചതായിട്ട് ചരിത്രത്തിലേ ഇല്ല. ബേ, ചേച്ചിയും ചേട്ടനും ഇത് കേൾക്കണം. ഞാൻ മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇവനെ തലയിലാവൂന്ന് കരുതി ഈ വേണ്ടാത്ത പരിപാടി എത്രയും ചെയ്ത്. കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ ജെൻസി ലൈഫിൽ അതില്ല. നിനക്കത് അറിഞ്ഞൂടെ? ഇവന് ഇത്രയും കാര്യമായിട്ട് നോക്കി ഈ ബെസ്റ്റോട് ഇവന് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളുടെ ഷിപ്പ് എത്ര ഹാപ്പി ആയിരുന്നെങ്കിലും ഇവൻ വിചാരിക്കണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇനിയെങ്കിലും പറ, ഇവൻ എന്താ നിന്നോട് കാണിച്ചത്? ഗോസ്റ്റിംഗ്. ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുക. ഇതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെയ്യാൻ കൊള്ളാമോ ചേച്ചി? ചേട്ടൻ പറ, ചെയ്യാൻ കൊള്ളാമോ? ഇതിനാണോ നീ ഇത്രയും നേരം കരഞ്ഞ് നിലവിളിച്ചത്? അത് ഈ കണക്ഷൻ വിട്ടുപോയേല്? ഇതൊരു ചെറിയ കാര്യമാണോ? ഇന്നലെയും കൂടെ ജെൻസി ഗ്രൂപ്പിൽ പറഞ്ഞതേ ഉള്ളൂ ഈ ഗോസ്റ്റിംഗ് എന്നുള്ള ഒരു പരിപാടി ക്രിമിനൽ കുറ്റമാക്കണമെന്ന്. ചേച്ചി, ഇവള് ഈ കെയറിങ്ങിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എവളുടെ പരിപാടി എന്താണെന്നറിയോ? ഫുൾ ടൈം കെ ഡ്രാമ കാണലാണ്. പിന്നെ BTSന്റെ പേരും പറഞ്ഞ് കുറെ പർപ്പിൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ മടുത്തു. എനിക്കും അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? എടാ, എനിക്ക് നിന്നെ വേണ്ട. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ക്യൂൻ ഓഫ് ടിയേഴ്സും എന്റെ ബോയ്സ് ഓവർ ഫ്ലവേഴ്സും കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെന്തും ബാക്കി. എന്റെ ആർമി കേക്കണ്ട ഈ BTSനെ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ആക്റ്റീവ് മെമ്പറാ. നിനക്കൊന്ന് എൻ്റെ കൂടെ പുറത്തോട്ട് വരാൻ പറ്റും? അവന്റെ ഒരു കോപ്പിലെ കഥ തീർന്നപ്പോ തന്നെ രാത്രിയായി.
ഈ കുരങ്ങൻ ഉടുപ്പിട്ട പോലെ ഇരിക്കുന്നവൻ ഗോസ്റ്റ് ആയി പോയെന്ന് പറയാനാണ് നീ എന്നെ രാവിലെ വിളിച്ചു വരുത്തിയത്. എടാ ഞാൻ അറിഞ്ഞോ ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് വല്ല കടുകയും ചെയ്താലോ എന്ന് പേടിച്ചാ ഞാൻ നിന്നെ വിളിച്ചേ. അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെ എന്തോ വിചാരിച്ചേ. എടി വല്ലാത്തൊരു ജീവിതം തന്നെടി. തലയെ കൂടെ കുറെ ഫിസിക്സിലെ വാക്കുകൾ കിടന്ന് കറങ്ങുന്ന പോലെ ഉണ്ട്. ഗോസ്റ്റിങ്, ബെഞ്ചിങ്, സിറ്റുവേഷൻഷിപ്പ്, ടെക്സ്റ്റേഷൻഷിപ്പ്, പിന്നെ അവന്റെ അമ്മമ്മയുടെ വേറെന്തോ ഷിപ്പ്. അമ്മോ, എടാ ഇവർക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇത്രമാത്രം സമയം എവിടെ നിന്ന് കിട്ടുന്നു? വാക്ക് മാത്രമല്ലല്ലോ, എല്ലാത്തിനും ഡെഫിനേഷനും ഉണ്ട്. ഈ വൃത്തികെട്ട ലവ് സ്റ്റോറിയാണ് അലവലാതി എന്നെ എക്സാമ്പിൾ ആക്കി പറഞ്ഞത്. എടാ സത്യം പറയാലോ, ഞാൻ കാണാത്തൊരു ലോകത്ത് ചെന്ന പോലെയായി എന്റെ അവസ്ഥ. ചേച്ചി, ചേട്ടാ, ചേട്ടാ, ചേച്ചി, എല്ലാം ശരിയായി. എന്ത് ശരിയായെന്ന്? എല്ലാം സെറ്റായി. ഇവ എനിക്ക് ഗോസ്റ്റിംഗ് ചെയ്യൂലെന്ന് എനിക്ക് ഉറപ്പ് വന്നു. എന്ന് വെച്ചാ ഇവനെ നീ കല്യാണം കഴിക്കാൻ പോവാണ്? ഏയ് നോ നോ നോ, ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ട. ഞാൻ ഒരു ഷിപ്പിൽ കയറാൻ പോകും. റിലേഷൻഷിപ്പ്. ദുരന്തമാണല്ലോ. അപ്പൊ നിന്റെ ബൂ അവളെ ഞാൻ ബെഞ്ചിങ് ഓപ്ഷനൊക്കെ മാറ്റി. പിന്നെ ഇവക്കൊരു ബെസ്റ്റ് ഉണ്ട് കേട്ടോ, അവരുടെ പേരത്തിൽ അമൽ റോക്സ്. ആ വേട്ടവളെയും ഇന്ന് പോയി അവളെ ബെഞ്ചിങ് ഓപ്ഷൻ. നമ്മളിപ്പം സിറ്റുവേഷൻഷിപ്പിലും ആണ്, എന്നാൽ ഫ്രണ്ട്സിനകത്ത് ബെനിഫിറ്റും ആണ്, എന്നാൽ നമ്മൾ റിലേഷൻഷിപ്പിലും ആണ്. അതെ, ഇത് മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇവർക്കൊന്നും വലിയ പരിചയമില്ല. ഇനി ഞങ്ങൾ അഫോർഡ് ഡേറ്റിംഗ് മാറ്റിയിട്ട് നൈറ്റ് ഡേറ്റിങ്ങിന് പോവാണ്. അപ്പോൾ ബൈ ബൈ, പോവാ. ഇനി ഞാനും നോക്കാൻ പോണു. എന്തോന്ന്? താമകൊച്ചി കേസ്. വീട്ടിലുള്ളതിനേക്കാൾ വലുതാണല്ലോ ദൈവമേ ഞാൻ വിളിച്ചു കയറ്റിയത്.